നമസ്കാരം. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി കളയാതെ തന്നെ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നല്ല വരുമാനം തരുന്ന ചില അടിപൊളി പാർട്ട് ടൈം ബിസിനസ് ഐഡിയാസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ 5 ഭാഗങ്ങളായിട്ടാണ് നോക്കുന്നത്. ആദ്യം എന്തിനാണ് ഈ പാർട്ട് ടൈം ഇൻകം എന്ന് നോക്കും. പിന്നെ ചില കിടിലൻ ഡിജിറ്റൽ ബിസിനസ് ഐഡിയാസ്. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ വെച്ച് എന്ത് ചെയ്യാം എന്ന് നോക്കാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്, വലിയ പണിയെടുക്കാതെ എങ്ങനെ പൈസയുണ്ടാക്കാം, അതായത് പാസീവ് ഇൻകം. അവസാനം ഈ വഴിയിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ള ചില ടിപ്സും. അപ്പോൾ നിങ്ങളുടെ മെയിൻ ജോലി കളയാതെ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കുകയാണോ? എങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. സത്യത്തിൽ എന്തിനാ നമ്മളൊക്കെ ഒരു പാർട്ട് ടൈം ഇൻകം ആഗ്രഹിക്കുന്നത്? വെറുതെ കുറച്ച് അധികം ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രമാണോ? അല്ല, അതിനുമപ്പുറം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലേ? ആ ഒരു വലിയ ആഗ്രഹമാണ് ഇതിനു പിന്നിൽ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്താണെന്നറിയോ? നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ ലൈഫിന് സെറ്റാവുന്ന, അതേസമയം നല്ല ലാഭം കിട്ടുന്ന ഒരു സൈഡ് ബിസിനസ്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. ഡിജിറ്റൽ ബിസിനസ് ഐഡിയാസ്. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ലാപ്ടോപ്പും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ മതി. നിങ്ങൾക്ക് ലോകത്ത് എവിടെയിരുന്ന് വേണമെങ്കിലും ഇത് ചെയ്യാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഐഡിയ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കും: സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇപ്പോൾ നോക്കിയാൽ ചെറിയ കടകൾ മുതൽ വലിയ കമ്പനികൾ വരെ എല്ലാവർക്കും ഓൺലൈനിലൊരു പേര് വേണം. അതുകൊണ്ടുതന്നെ ഈ ഫീൽഡിൽ അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്ന് സിമ്പിളായിട്ട് പറയാം. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ബുട്ടീക്ക്, അവരെയൊന്ന് മനസ്സിൽ കാണുക. അവർക്കു വേണ്ടി നല്ല അടിപൊളി ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ഉണ്ടാക്കിക്കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജ് വഴി പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സഹായിക്കാം. ഇങ്ങനെ ചെറിയ ബിസിനസ്സുകളെ വളരാൻ സഹായിക്കുമ്പോൾ നിങ്ങൾക്കും നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. ഓക്കെ, രണ്ടാമത്തെ ഐഡിയ കുറച്ചുകൂടി വ്യത്യസ്തമാണ്: സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ലീഡ് ജനറേഷൻ. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ മറ്റ് ബിസിനസ്സുകൾക്ക് വേണ്ടി പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊടുക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാർ ഷോറൂമിനെ കാർ വാങ്ങാൻ സാധ്യതയുള്ള ആളുകളുടെ വിവരങ്ങൾ നിങ്ങൾ നൽകുന്നു. ഇതിലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് വൺ ടൈം പേയ്മെന്റ് അല്ല. ഓരോ മാസവും നിങ്ങൾക്കൊരു ഫിക്സഡ് എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ഫീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ഡിജിറ്റൽ ഐഡിയ. ഇതൊരു പക്ഷെ നിങ്ങളിൽ പലർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരിക്കും: കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾക്ക് പാഷനുള്ള വിഷയമേതാണ്? കുക്കിംഗ് ആണോ? ട്രാവലിംഗ് ആണോ? അതോ ടെക്നോളജിയാണോ? ആ വിഷയത്തിൽ ഒരു ബ്ലോഗോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ പേജോ തുടങ്ങുക. നിങ്ങളുടെ കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ പണം വരാൻ ഒരുപാട് വഴികളുണ്ട്. പരസ്യങ്ങളിൽ നിന്നും കിട്ടും, ബ്രാൻഡുകളുമായി സഹകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റുകൾ വിൽക്കാം. ശരി, അപ്പോൾ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് കുറച്ച് റിയൽ വേൾഡിലേക്ക് വരാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് നോക്കാം. നാലാമത്തെ ഐഡിയ ഇതാണ്: ഹോം കുക്കിംഗ് ബിസിനസ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ തനത് നാടൻ ഫുഡിനൊക്കെ എപ്പോഴും ഡിമാൻഡുണ്ടാവും. ഇത് തുടങ്ങാൻ ഒരു 3 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1: നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് തീരുമാനിക്കുക. ഒരുപക്ഷെ അത് നല്ല അടിപൊളി നാടൻ ബിരിയാണിയായിരിക്കും. സ്റ്റെപ്പ് 2: ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് കണ്ടെത്തുക. ഒരു നല്ല ഐഡിയ അടുത്തുള്ള ഓഫീസുകളിലെ ജീവനക്കാരെ ഫോക്കസ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് 3: കമ്പനികളുമായി ടൈഅപ്പ് ഉണ്ടാക്കി ലഞ്ച് ഡെലിവറി ചെയ്യാം. ഇതൊരു സ്ഥിരം വരുമാനം തരുന്ന നല്ലൊരു മാർഗമാണ്. അഞ്ചാമത്തെ ഐഡിയ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് സർവീസ് പ്രൊവൈഡർ ആവുക. അതായത് സിമ്പിളായി പറഞ്ഞാൽ, വീടോ സ്ഥലമോ വാങ്ങാനും വിൽക്കാനും ആളുകളെ സഹായിക്കുക. ഈ ഫീൽഡിലെ വരുമാന സാധ്യത ശരിക്കും വലുതാണ്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് നോക്കിയാൽ, നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന ഓരോ ഡീലിലും ഏകദേശം 20 മുതൽ 30% വരെ കമ്മീഷൻ കിട്ടാൻ ചാൻസുണ്ട്. എന്നുവെച്ചാൽ ഒരൊറ്റ ഡീൽ മതി നിങ്ങൾക്ക് നല്ലൊരു തുകയുണ്ടാക്കാൻ. ഇനി നമ്മൾ നാലാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ എല്ലാവരും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്: പാസീവ് ഇൻകം. അതായത് നമ്മൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ എങ്ങനെ പണം ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പാസീവ് ഇൻകം? വളരെ കുറഞ്ഞ അധ്വാനത്തിൽ, അല്ലെങ്കിൽ ആക്റ്റീവായി ജോലി ചെയ്യാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം കിട്ടുന്നതിനെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണിയെടുക്കുന്നു. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ആറാമത്തെ ഐഡിയ, വീണ്ടും റിയൽ എസ്റ്റേറ്റ് തന്നെ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇത്തവണ നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ അല്ല, ഒരു ഇൻവെസ്റ്ററാണ്. ഈ പാസീവ് ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്: ഒന്നും ചെയ്യാതെ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ:
നിങ്ങൾ നല്ലൊരു പ്രോപ്പർട്ടി കണ്ടെത്തി അതിൽ പണം മുടക്കുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെന്റ് വഴിയോ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെയോ അത് നിങ്ങൾക്ക് വരുമാനം തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ വളരെ കുറച്ചു മതി. അപ്പോൾ നമ്മൾ ഇതുവരെ 6 വ്യത്യസ്ത ഐഡിയകൾ നോക്കി. പക്ഷേ നിങ്ങൾ ഇതിലേത് തിരഞ്ഞെടുത്താലും വിജയിക്കാൻ സഹായിക്കുന്ന ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ അവസാനത്തെ സെക്ഷൻ, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി. സക്സസിനങ്ങനെ കൂർക്കുവഴികളൊന്നുമില്ല. പക്ഷേ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത ഉറപ്പായും കൂടും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസാണോ കൊടുക്കുന്നത് അതിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. രണ്ടാമത്തത്, മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ എപ്പോഴും റെഡിയായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാം കൂടി വലിച്ചുവാരി ഒന്നിച്ചു തുടങ്ങരുത്. ചെറുതായി തുടങ്ങുക, എന്നിട്ട് പതുക്കെ പതുക്കെ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച ഈ ഐഡിയകളിൽ ഏതാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയത്? ചിലപ്പോൾ ആ ഒരു ചിന്ത തന്നെയായിരിക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്.